കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് അഡ്വാൻറ്റേജസ് ആയിരുന്നു. ഏത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫോം ഉപയോഗിക്കാറുണ്ട്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി JHF എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കാറുണ്ട്. അത് മനസ്സിൽ ഓർത്തോണേ. ചിലപ്പോൾ അഥവാ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നെങ്കിൽ ഓർത്തോണം. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി നോട്ട്സിലത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് കംപ്ലീറ്റ് നമ്മൾ 4 പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ദി ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിന് ചില ദോഷങ്ങളുണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ആ ഡീമെറിറ്റ്സിൽ ഒന്നാമത്തെ ഡീമെറിറ്റായിട്ട് നമുക്ക് ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയാം. ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഹാവ് നോ ആഡിക്വേറ്റ് റിസോഴ്സ് ഫോർ ദെയർ എക്സ്പാൻഷന് ആവശ്യമായ റിസോഴ്സസ്, സമ്പത്ത് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനില്ല. അത് ഗുരുതരമായൊരു ദോഷമായിട്ട് നമുക്ക് പറയാം. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, വിപുലപ്പെടുത്തണം. അങ്ങനെ വിപുലീകരിക്കുന്നതിന് സമ്പത്ത്, ആവശ്യമായ പണം ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലില്ല എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പണം ഇറക്കിയാൽ മാത്രമേ വീണ്ടും ബിസിനസ് വികസിക്കത്തുള്ളൂ. പണം ഇറക്കി പണം നേടുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ പണം ഇറക്കുന്നതിനുള്ള പണം ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനില്ല. ലിമിറ്റഡ് റിസോഴ്സ് ഈസ് എ സീരിയസ് പ്രോബ്ലം. പ്രശ്നം ഫേസ്ഡ് ബൈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയാം. ഫേസ്ഡ് ബൈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഫേസ് ചെയ്യുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഏത്? ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത്, പരിമിത സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ancestral property, ancestral, ANCESTRAL, ancestral property. Ancestral property എന്ന് പറയുമ്പോൾ പൂർവിക സ്വത്ത് അല്ലെങ്കിൽ പരമ്പരാഗത സ്വത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് മുമ്പോട്ട് പോകുന്നത്. പരമ്പരാഗത സ്വത്തെന്ന് പറയുമ്പോൾ അത് ബിസിനസ് ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറം ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ പരമ്പരാഗത സ്വത്ത് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ പരമ്പരാഗത സ്വത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് കൂടുതൽ സന്ദർഭങ്ങളിലും മുന്നോട്ട് പോകുന്നത്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അത് ഗുരുതരമായ ഒരു ദോഷമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് limited resource is a serious problem faced by joint Hindu family business. It mainly depends on ancestral property. കൂടുതൽ സന്ദർഭങ്ങളിലും അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു? പരമ്പരാഗത സ്വത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി രണ്ടാമത്തെ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ദോഷത്തിലേക്ക് പോകാം. അൺലിമിറ്റഡ് ലയബിലിറ്റി. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആർക്കാണ്? പറയേ. അൺലിമിറ്റഡ് ലയബിലിറ്റി എപ്പോഴും ആർക്കാണ്? കർത്തയ്ക്കല്ലേ. അപ്പോഴേ അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത, അതാണ് ഇനി പറയാൻ പോകുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദി ലയബിലിറ്റി ഓഫ് കർത്ത ഈസ് അൺലിമിറ്റഡ്. കർത്തയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദി ലയബിലിറ്റി ഓഫ് കർത്ത ഈസ് അൺലിമിറ്റഡ്. സോ ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി മേ ബി യൂസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ബിസിനസ് ഡെറ്റ്സ്. ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടീസ് മേ ബി യൂസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ബിസിനസ് ഡെറ്റ്സ്. ബിസിനസ്സിൻ്റെ കടങ്ങൾ തീർക്കുന്നതിന് അയാളുടെ, നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ബിസിനസ്സിൻ്റെ കടങ്ങൾ തീർക്കുന്നതിന് അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ്, വ്യക്തിപരമായ സ്വത്തുക്കൾ
ഉപയോഗിച്ചേക്കും എന്ന് പറയാം, ഉപയോഗിക്കപ്പെട്ടേക്കും എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് എ കർത്ത. അവിടെ നമ്മൾ എന്ത് പറയും? ദി ലയബിലിറ്റി ഓഫ് എ കർത്ത ഈസ് അൺലിമിറ്റഡ്. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദിസ് മേ ലീഡ് ടു what? This may lead to a serious problem. What is that serious problem? His personal properties may be used for the repayment of business debts. The personal property of a karta may be used for the repayment of business debts. ബിസിനസ്സിലെ കടങ്ങൾ തീർക്കുന്നതിന് അയാളുടെ സ്വകാര്യ സ്വത്തുക്കൾ ഉപയോഗിച്ചേക്കാം എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡോമിനൻസ് ഓഫ് എ കർത്ത. ഡോമിനൻസ് ഓഫ് കർത്ത. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്നാണ്. ഡോമിനൻസ് ഓഫ് എ കർത്ത, കർത്തയുടെ പ്രാധാന്യം. നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ്? കർത്തയെ മാത്രമേ ബിസിനസ് മാനേജ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ എന്നൊരു കാര്യം നേരത്തെ പഠിച്ചില്ലേ? കർത്ത ഈസ് എലോൺ അലൗഡ് ടു മാനേജ് ദി ബിസിനസ്. ബിസിനസ് മാനേജ് ചെയ്യാൻ കാരണവരെ, അതായത് കർത്തയെ മാത്രമേ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ കർത്ത എന്ന് പറയുന്ന ആളിൽ മാത്രം ഏത് നിക്ഷിപ്തമായിരിക്കുകയാണ്? മാനേജ്മെൻറ്റ് നിക്ഷിപ്തമായിരിക്കുകയാണ് അല്ലേ? നടത്തിപ്പ് നിക്ഷിപ്തമായിരിക്കുകയാണ്. അപ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്? കർത്ത മേ മിസ്യൂസ് ഹിസ് പവേഴ്സ്. കർത്ത മേ മിസ്യൂസ് ഹിസ് പവേഴ്സ് എന്നുള്ളതാണ് ഡോമിനൻസ് ഓഫ് എ കർത്ത. കർത്തയുടെ പ്രാധാന്യം. അവിടെ കർത്തയ്ക്ക് പ്രാധാന്യം എന്ന പോയിന്റിൽ നമുക്ക് എന്ത് പറയാം? കർത്ത മേ മിസ്യൂസ്. കർത്ത എന്ത് ചെയ്തേക്കാം? കർത്ത മേ മിസ്യൂസ് ഹിസ് പവേഴ്സ്. കർത്ത മേ മിസ്യൂസ് ഹിസ് പവേഴ്സ് എന്നുള്ളതാണ്. ഹിസ് പവേഴ്സ് അവൻ്റെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്തേക്കും. ചിലപ്പോൾ അധികാര ദുർവിനിയോഗം ചെയ്തേക്കും. ഒരാൾ മാത്രം ഭരിക്കുമ്പോൾ അയാളുടെ അതായത് ഏകാധിപത്യ സ്വഭാവം വരാനുള്ള സാധ്യതയുണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ കർത്ത ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? അയാളുടെ പവർ മിസ്യൂസ് ചെയ്തേക്കാം എന്ന് നമുക്ക് പറയാം. ഇനി നാലാമത്തെ ഡിസഡ്വാൻറ്റേജിലേക്ക് പോകാം. 4 ഡിസഡ്വാൻറ്റേജസേ ഉള്ളൂ. നാലാമത്തെ ഡിസഡ്വാൻറ്റേജസിലേക്ക് പോകാം. ഡിമെറിറ്റ്സ്, 4th ഡിമെറിറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് പറയാം ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി എന്നുള്ളതാണ്. ലിമിറ്റഡ് മാനേജ് ചെയ്യാനുള്ള മാനേജീരിയൽ എബിലിറ്റി ABLITY. ലിമിറ്റഡ് LIMITED. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ലിമിറ്റഡ് പരിമിതമായ മാനേജ് ചെയ്യാനുള്ള കഴിവ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ബിസിനസ് മാനേജ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അയാൾ ഏതെങ്കിലും തീരുമാനം എടുത്തു. In certain cases it may be a wise decision, but in some other cases it may be unwise decisions. ചിലപ്പോൾ അയാൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്തെന്ന് വന്നേക്കും. അതേപോലെ തന്നെ ചില ബുദ്ധിപരമല്ലാത്ത തീരുമാനങ്ങളും എടുത്തേക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് ചിലപ്പോൾ ബുദ്ധിപരമായ തീരുമാനം ഞാൻ എടുക്കുന്നത് പോലെ ബുദ്ധിപരമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്തേക്കും. അപ്പോൾ ആരെങ്കിലും അത് അഡ്വൈസ് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തിരുത്തിയേക്കും. ഇവിടെ കാരണവർ ഏകാധിപതിയായിട്ട് അങ്ങ് വാഴുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ അൺവൈസ് ഡിസിഷൻസ് ഓഫ് എ കർത്തയുടെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ മേ ലീഡ് ടു പുവർ പ്രോഫിറ്റ്സ് എന്ന് പറയാം. ഇൻ certain cases കർത്ത മേ ടേക്ക് അൺവൈസ് ഡിസിഷൻസ്. The unwise decisions of a karta may lead to poor profits. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. The unwise decisions ബുദ്ധിപരമല്ലാത്ത അൺവൈസ് ഡിസിഷൻസ് തീരുമാനങ്ങൾ. അൺവൈസ് ഡിസിഷൻസ് ഓഫ് കർത്തയുടെ അൺവൈസ് ഡിസിഷൻസ് മേ ലീഡ് ടു നയിച്ചേക്കും. എന്തിലേക്ക് നയിച്ചേക്കും? മേ ലീഡ് ടു
പുവർ പ്രോഫിറ്റ്സിലേക്ക് നയിച്ചേക്കും എന്നുള്ളതാണ്. എന്താണ് പറയേണ്ടത്? ദി അൺവൈസ് ഡിസിഷൻസ് ഓഫ് കർത്ത മേ ലീഡ് ടു പുവർ പ്രോഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ 4 ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ലിമിറ്റഡ് റിസോഴ്സ്, പരിമിത സമ്പത്ത്. അവിടെ നമുക്ക് പറയാം ഇൻ മോസ്റ്റ് കേസസ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഡിപ്പെൻഡ്സ് ഓൺ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, പരമ്പരാഗത സ്വത്തിന് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒന്നാണ്. അപ്പോൾ അത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ദോഷമായിട്ട് നമുക്ക് പറയാം. ലിമിറ്റഡ് റിസോഴ്സ് ഈസ് എ സീരിയസ് പ്രോബ്ലം. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത, അവിടെ നമുക്ക് പറയാം അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്തയുടെ അൺലിമിറ്റഡ് ലയബിലിറ്റി. അവിടെയുള്ള ദോഷം എന്താണ്? ഹിസ് പേഴ്സണൽ ഇൻ സർട്ടൻ കേസസ് ഹി ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ദി ഡെറ്റ്സ്. ഹിസ് പേഴ്സണൽ അസറ്റ്സ് മേ ബി യൂസ്ഡ് എന്ന് പറഞ്ഞാലും മതി. അയാളുടെ പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിച്ചേക്കും. എന്തിനാണ്? ഹിസ് പേഴ്സണൽ അസറ്റ്സ് മേ ബി യൂസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ബിസിനസ് ഡെറ്റ്സ്. ബിസിനസ്സിൽ കടമുണ്ടാകുമ്പോൾ അയാളുടെ സ്വകാര്യ സ്വത്തുക്കൾ ഉപയോഗിച്ചേക്കും. അത് അടുത്ത് നോക്കുക, ഡോമിനൻസ് ഓഫ് കർത്തയുടെ പ്രാധാന്യം. ചില സമയത്ത് എന്ത് സംഭവിക്കും? കർത്താമേ ഇൻ സർട്ടൻ കേസസ് കർത്താമേ മിസ്യൂസ് ഹിസ് പവേഴ്സ്. ചില സന്ദർഭങ്ങളിൽ കർത്ത അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്തേക്കാം. അങ്ങനെ ഒരു ദോഷമുണ്ട്. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, പരിമിതമായ മാനേജ് ചെയ്യാനുള്ള കഴിവ്. അവിടെ നമ്മൾ ബുദ്ധിപരമല്ലാത്ത തീരുമാനത്തെക്കുറിച്ച് ഓർക്കണം. ദി അൺവൈസ് ഡിസിഷൻസ് ഓഫ് എ കർത്ത മേ ലീഡ് ടു പുവർ പ്രോഫിറ്റ്സ്. ബുദ്ധിപരമല്ലാത്ത കർത്തയുടെ ചില തീരുമാനങ്ങൾ എന്തിന് ഇടയാക്കിയേക്കും? പുവർ പ്രോഫിറ്റ്സിന് ഇടയാക്കിയേക്കും. അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് തീർന്നു. നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് പല രൂപത്തിലുണ്ട്. അപ്പോൾ പല രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ 2 രൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ 2 രൂപങ്ങൾ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പഠിച്ചു കഴിഞ്ഞു, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മെറിറ്റ്സ്, രണ്ടാമത് പഠിക്കേണ്ടത് ഡീമെറിറ്റ്സ്. ആ മെറിറ്റ്സും ഡീമെറിറ്റ്സിനുമാണ് പ്രാധാന്യം. ഡീമെറിറ്റ്സും മെറിറ്റ്സും പഠിച്ചിട്ട് ഫീച്ചേഴ്സ് പഠിക്കുക. അപ്പോൾ കുറേ കൂടെ എളുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ 2 ടൈപ്പിലെ ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചാപ്റ്റർ 2-ൽ 2 ടൈപ്പിലെ ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻസ്. അതിൽ 2 ഫോംസ് ഓഫ് ബിസിനസ്സിൽ 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തതാണ് ഇത് പാർട്ണർഷിപ്പ്, PARTNERSHIP, പാർട്ണർഷിപ്പ് എന്ന് എഴുതുമ്പോൾ 1 വേർഡാണ്, 2ആയിട്ട് എഴുതി കളയരുത് കേട്ടോ. പാർട്ണർഷിപ്പ് 1 വേർഡാണ്. അതായത് പാർട്ണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പങ്കാളിത്ത ബിസിനസ് എന്നാണ് അർത്ഥം. പങ്കാളിത്ത ബിസിനസ്, പാർട്ണർഷിപ്പ് പങ്കാളിത്ത ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് 1932-ലാണ് എഴുതി ഉണ്ടാക്കിയത്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഏതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്? പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ശ്രദ്ധിച്ച് കേൾക്കണം. ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. എങ്ങനെയാണ്? ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബന്ധം. ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തങ്ങളിലുള്ള ബന്ധമാണ് ഏത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ചില വ്യക്തികൾ തങ്ങളിലുള്ള ബന്ധമാണ് ഏത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന പാർട്ണർ, അതുപോലെ പ്രസാദ് എന്ന് പറയുന്ന വേറൊരു പാർട്ണർ.
മനസ്സിലായല്ലോ? പ്രകാശുണ്ട്, പ്രസാദുണ്ട്, പിന്നെ വേറൊരു വ്യക്തി പ്രതീഷ് എന്നാണ് അയാളുടെ പേര്. അപ്പോഴേ പ്രകാശ് ഉണ്ട്, പ്രസാദുണ്ട്, പ്രതീഷുണ്ട്. ഇങ്ങനെ 3 പേര് ചേർന്ന് പാർട്ണർഷിപ്പ് തുടങ്ങിയാണ്. അപ്പോഴേ 3 പേര് ചേർന്ന് പാർട്ണർഷിപ്പ് തുടങ്ങിയപ്പോൾ ആ വ്യക്തികൾ തങ്ങളിൽ ഒരു ബന്ധം വരെയാണ്. ദർ എക്സിറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് പേഴ്സൺസ്. വ്യക്തികൾ തങ്ങളിൽ ഒരു ബന്ധം വരുന്നു എന്ന് നമുക്ക് പറയാം. ആര്? പ്രകാശും പ്രസാദും തങ്ങളിലുള്ള പ്രകാശ്, പ്രസാദ്, പ്രതീക്ഷ ഇവർ തങ്ങളിൽ ഒരു ബന്ധം വരുന്നു. ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹൂ ഹാവ് എഗ്രീഡ് to share the profit of what? Profit of a business. പ്രകാശും പ്രസാദും പ്രതീക്ഷയും ഒരു കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. ഇവർ തങ്ങളുടെ ഒരു ബന്ധം വന്നു, പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തികൾ എന്ത് സമ്മതിച്ചിരിക്കണം? ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വീതിച്ചെടുക്കാം എന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. പ്രകാശം പ്രസാദും പ്രതീക്ഷയും നടത്തുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വീതിച്ചെടുക്കാം എന്ന് അവർ എഗ്രി ചെയ്തിരിക്കുന്നു. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. carried on by all or any one of them acting for all എന്നാണ്. ആക്ടിങ് ഫോർ ആൾ, അതായത് ബിസിനസ് എല്ലാവരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ പ്രകാശുണ്ട്, പ്രസാദുണ്ട്, പ്രതീക്ഷുണ്ട്, 3 പേരില്ലേ, 3 പേരും കൂടെ ചേർന്ന് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ, പ്രകാശുണ്ട്, പ്രസാദുണ്ട്, പ്രതീക്ഷുണ്ട്, 3 പേർക്കും വേണ്ടി. ഇപ്പോൾ പ്രകാശിന് വേറെ ഏതെങ്കിലും ജോലിയുണ്ട്, അതുപോലെ പ്രസാദിന് ഫെഡറൽ ബാങ്കിൽ ജോലിയുണ്ട്, മനസ്സിലായില്ലേ? പ്രകാശിന് KSEBയിൽ ജോലിയുണ്ട്, പ്രതീഷിന് ജോലിയൊന്നും ആയിട്ട് അല്ല. ഇവർ 3 പേരും ഫ്രണ്ട്സായിരുന്നു, ഒരുമിച്ച് കോളേജിലൊക്കെ പഠിച്ചവരാണ്, ഒരുമിച്ച് BCom ഡിഗ്രിയൊക്കെ എടുത്തവരാണ്. അപ്പോഴേ പ്രകാശിനും പ്രസാദിനും ജോലിയായി, പ്രതീഷിന് ജോലിയില്ല. അതുകൊണ്ട് പ്രകാശും പ്രസാദും ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ബിസിനസ്? എല്ലാവർക്കും വേണ്ടി പ്രതീക്ഷ നടത്തിക്കൊണ്ട് പോകുക. അങ്ങനെയും ആവാം. യഥാർത്ഥത്തിൽ 3 പേർക്കും ബിസിനസ് മാനേജ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ വ്യക്തികൾ തങ്ങളിലുള്ള ബന്ധം, റിലേഷൻ, ആ റിലേഷനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തങ്ങളിലുള്ള ബന്ധം. ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ, അവർ സമ്മതിച്ചിരിക്കുന്നു. ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വീതിച്ചെടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ക്യാരീഡ് ഓൺ ബൈ ആൾ, എല്ലാവരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ട് പോകും. ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ, എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ നടത്തിക്കൊണ്ട് പോകും. അങ്ങനെ വ്യക്തികൾ തങ്ങളിലുള്ള ബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് പാർട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇനി പൊതുവേ നമ്മൾ പാർട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളെ പാർട്ണേഴ്സ് എന്നാണ് പറയുന്നത്. പാർട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്നവരെ നമ്മൾ പാർട്ണേഴ്സ് എന്ന് പറയും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെമ്പേഴ്സിനെ നമ്മൾ ആരെന്നാണ് പറയുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അല്ല, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾ ആരെന്ന് പറയും? പറയേ. അതെ, എന്താണ്? കോ-പാർട്ണേഴ്സ്. എന്താണ് പറയുന്നത്? കോ-പാർട്ണേഴ്സ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ അതിന് മുമ്പ് പഠിച്ചു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ സോൾ പ്രൊപ്പറൈറ്റർ. അവിടെ ഒരു മെമ്പറല്ലേ ഉള്ളൂ, സോൾ പ്രൊപ്പറൈറ്റർ, ഏകാംഗ വ്യാപാരി. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി നടത്തിക്കൊണ്ട് പോകുന്ന ആൾ ആരാണ്? കർത്ത. മാനേജ് ചെയ്യുന്നത് കർത്ത, പക്ഷേ മെമ്പേഴ്സ് ആരാണ്? കോ-പാർട്ണേഴ്സ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ കർത്ത, മെമ്പേഴ്സ് കോ-പാർട്ണേഴ്സ്. ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ണർഷിപ്പാണ്. പാർട്ണർഷിപ്പിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാർട്ണേഴ്സ്. പാർട്ണർഷിപ്പിലെ മെമ്പേഴ്സ് നമുക്ക് ആരെന്ന് പറയാം? പാർട്ണേഴ്സ് എന്ന് പറയാം. പാർട്ണേഴ്സ്, പങ്കാളികൾ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കോമേഴ്സ് ഇത് +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ക്ലാസ് 11, ക്ലാസ് 12, 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം, +1 +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ BCom-നാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷനൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ചിരിക്കണം. അത് ഇപ്പോഴും പഠിക്കണം, പിന്നീടും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട്
ഇപ്പോഴേ പഠിച്ചു വെച്ചേക്കുക ഈ ഡെഫിനിഷൻ പഠിക്കണ്ട എന്നാണ് പറയുന്നതെങ്കിലും ഡെഫിനിഷൻ പഠിക്കണം. ഈ ഡെഫിനിഷൻ എന്തായാലും ബൈ ഹാർട്ടാക്കി വെച്ചിരിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ചോദിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകണം. പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പഠിക്കുമ്പോഴേ ഫീച്ചേഴ്സ് പഠിക്കാറില്ലേ? ഇപ്പോൾ നേരത്തെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പഠിച്ചപ്പോഴും എന്ത് പഠിച്ചു? ഫീച്ചേഴ്സ് പഠിച്ചു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പഠിച്ചപ്പോഴും എന്ത് പഠിച്ചു? ഫീച്ചേഴ്സ് പഠിച്ചില്ലേ? അതുപോലെ ഇതിനും ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ ഫീച്ചേഴ്സിൽ ഒന്നാമത്തത് ഫോർമേഷൻ എന്ന് പറയാം. ഫോർമേഷൻ, രൂപീകരണം. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? രൂപീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച് ഓർക്കേണ്ട ആക്ട് എന്താണ്? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. അതേപോലെ നമ്മൾ നേരത്തെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പഠിച്ചില്ലേ? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പഠിച്ചപ്പോൾ അവിടെ ഒരു ആക്ട് ഉണ്ടല്ലോ, ഹിന്ദു സക്സഷൻ ആക്ട് 1956. ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം, ഹിന്ദു സക്സഷൻ ആക്ട് 1956. ഇത് പാർട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ രൂപീകരണത്തിൽ നമുക്ക് പറയാം, എ പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഫോർമേഷനിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, എ പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഹൂം? ബിറ്റ്വീൻ ദി പാർട്ടീസ് തങ്ങളിലുള്ള പങ്കാളികൾ തങ്ങളിലുള്ള ഒരു എഗ്രിമെൻ്റ് മുഖാന്തരമാണ് പാർട്ണർഷിപ്പ് സൃഷ്ടിക്കപ്പെടുന്നത്. പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കരാറ്, ബിറ്റ്വീൻ ദി പാർട്ടീസ്. നമ്മുടെ എക്സാമ്പിളിൽ ആരൊക്കെയാണുള്ളത്? പ്രകാശ് ഉണ്ട്, പ്രസാദ് ഉണ്ട്, പ്രതീഷ് ഉണ്ട്. പ്രകാശ്, പ്രസാദ്, പ്രതീഷ്, ഇവർ ഇത്രയും പേരാണ് നമ്മളുടെ പാർട്ണർഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ, പാർട്ണർഷിപ്പിലുള്ളവർ. അപ്പോൾ ഇവർ തങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ തങ്ങളിൽ ഒരു കരാറുണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും, ഒരു കരാറ് കാണും. ആ എഗ്രിമെൻറ്റിനെ പറയുന്നത് പങ്കാളിത്ത കരാറെന്നാണ്, പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്നാണ്. അത് പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഫോർമേഷൻ, രൂപീകരണം. എ പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ് തങ്ങളിലുള്ള ഒരു എഗ്രിമെൻ്റ് മുഖാന്തരമാണ് പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? അത് പാർട്ണർഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഇനി രണ്ടാമത്തത് ലയബിലിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാം. ലയബിലിറ്റി, ബാധ്യത. പാർട്ണർഷിപ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാർട്ടീസിൻ്റെ ലയബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. പാർട്ടീസിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ദി ലയബിലിറ്റി ഓഫ് പാർട്ടീസ് ഈസ് അൺലിമിറ്റഡ്. സോ ദിയർ പേഴ്സണൽ അസറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മേ ബി യൂസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ബിസിനസ് ഡെറ്റ്സ്. ബിസിനസ്സിൽ എന്തെങ്കിലും കടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കടം തീർക്കുന്നതിന് പാർട്ടീസിൻ്റെ സ്വകാര്യ സ്വത്തുക്കളില്ലേ, വീടും പുരയിടവും ഒക്കെ, കാറുണ്ടെങ്കിൽ കാറ്, അല്ലെങ്കിൽ വീട്, പുരയിടം, ഇതൊക്കെ വിറ്റ് കടം തീർക്കേണ്ടി വന്നേക്കും. ബിസിനസ്സിൽ അത്ര വലിയ ബാധ്യത ഉണ്ടായാൽ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരും പാർട്ണർഷിപ്പ് നടത്താതിരിക്കുകയല്ല. നിയമപ്രകാരം പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടീസിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ വിറ്റ് ആ ബാധ്യത തീർത്തിരിക്കണം. നമ്മൾ നേരത്തെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പഠിച്ചപ്പോഴേ കർത്തയുടെ സ്വകാര്യ സ്വത്ത് വിറ്റ് കടം തീർക്കണമെന്ന് പറഞ്ഞില്ലേ? കാരണം കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, പക്ഷേ മറ്റ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി, കോ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇവിടെ പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയിരിക്കുന്നു? അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് സോ ദെയർ പേഴ്സണൽ അസറ്റ്സ് മേ ബി യൂസ്ഡ്. അവരുടെ പേഴ്സണൽ അസറ്റ്സ് ആസ്തികൾ മേ ബി യൂസ്ഡ് ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ബിസിനസ് ഡെറ്റ്സ്. ബിസിനസ്സിലെ കടങ്ങൾ തീർക്കുന്നതിന് അവരുടെ സ്വകാര്യ സ്വത്തുക്കൾ ഉപയോഗിക്കപ്പെട്ടേക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. ഇനി മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാം, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിസ്ക് ബെയറിംഗ് എന്ന് പറയാം. റിസ്ക് ബെയറിംഗ് റിസ്ക് ബെയറിംഗ് BEAR ആണ്.
BEARING, റിസ്ക് ബെയറിംഗ്, നഷ്ടം സഹിക്കൽ എന്നാണ്. ഈ നഷ്ടം സഹിക്കൽ എന്ന പോയിന്റിൽ നമ്മൾ എന്തൊക്കെ പറയണം? പാർട്ടീസ് എന്ന് പറയുന്നവർ പാർട്ടീസ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു പാർട്ടീസ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അവർ പ്രോഫിറ്റ്സും അതുപോലെ ലോസസ് എന്ന് പറയുമ്പോൾ നഷ്ടങ്ങൾ, പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു എ റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു എ റേഷ്യോ. ഒരു റേഷ്യോ അനുസരിച്ചാണ് പാർട്ടീസ് പ്രോഫിറ്റും ലോസും വീതിച്ചെടുക്കുന്നത്. പാർട്ടീസ് പ്രോഫിറ്റും ലോസും, അതായത് നഷ്ടവും അതുപോലെ ലാഭം മാത്രം വീതിച്ചെടുത്താൽ പോരല്ലോ. നഷ്ടം വരുമ്പോഴേ നഷ്ടവും സഹിച്ചല്ലേ പറ്റൂ. അപ്പോഴേ നഷ്ടവും അതുപോലെ ലാഭവും എങ്ങനെ വീതിച്ചെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പാർട്ടീസ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. പാർട്ടീസ് പ്രോഫിറ്റ്സും ലോസസും വീതിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഈ റിസ്ക് ബെയറിങ്ങിൽ പറയേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടീസ് പ്രോഫിറ്റ് ലോസും വീതിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു എ റേഷ്യോ, എന്തനുസരിച്ച് വീതിച്ചെടുക്കണം? ഒരു റേഷ്യോ അനുസരിച്ച് അവർ വീതിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടീസ് പ്രോഫിറ്റ് ലോസും ഒരു റേഷ്യോ അനുസരിച്ച് വീതിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രകാശ് കൊണ്ടുവന്നത് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. പ്രസാദ് കൊണ്ടുവന്നത് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോ. 2 ലക്ഷം കൊണ്ടുവന്നു. അതുപോലെ പ്രതീഷ് കൊണ്ടുവന്നത് 3 ലക്ഷം എന്ന് വിചാരിച്ചോ. 3 ലക്ഷം രൂപ പ്രതീഷ് കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ ഈ പ്രോഫിറ്റ് ലോസ് അവർ വീതിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1:2:3. ഇതാണ് അവരുടെ ക്യാപിറ്റൽ. അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാഭം ഉണ്ടെന്ന് വിചാരിച്ചോ. ലാഭം ഉണ്ടെങ്കിൽ ഇത് 3 ഫിഗറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് 6ൽ എത്ര ഭാഗം? 1 ഭാഗമാണ് പ്രകാശന് അല്ലേ. 6ൽ 2 ഭാഗം ആർക്ക്? പ്രസാദിന്. 6ൽ 3 ഭാഗം ആർക്ക്? പ്രതീഷിന്. ഇതാണ് അവരുടെ ക്യാപിറ്റലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, മൂലധന റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു റേഷ്യോ അനുസരിച്ച് അവർ പ്രോഫിറ്റും ലോസും വീതിച്ചെടുക്കുന്നു. ചില സന്ദർഭങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ റേഷ്യോ ഒന്നും പറയത്തില്ല. ഇഫ് ദർ ഈസ് നോ റേഷ്യോ, ഹൗ ദേ ക്യാൻ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്? ഇൻ സച്ച് എ സിറ്റുവേഷൻ ദേ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. എങ്ങനെ? ദേ ഷെയർ ഇഫ് ദർ ഈസ് നോ റേഷ്യോ, ഇൻ ദി ആബ്സെൻസ് ഓഫ് എ റേഷ്യോ ഇല്ല എന്ന് വിചാരിച്ചോ. ഇഫ് ദർ ഈസ് നോ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ റേഷ്യോ ദേ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. അവർ പ്രോഫിറ്റ് ലോസും വീതിച്ചെടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഈക്വലായിട്ടായിരിക്കും, തുല്യമായിട്ടായിരിക്കും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. റിസ്ക് ബെയറിംഗ്, നഷ്ടം സഹിക്കൽ. അവിടെ നമുക്ക് പറയാം, അവിടെ നഷ്ടത്തിൻ്റെ കാര്യം മാത്രമല്ല ലാഭത്തിൻ്റെ കാര്യവും കൂടെ പറയുന്നുണ്ട്. പാർട്ടീസ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അക്കോർഡിംഗ് ടു എ റേഷ്യോ. പാർട്ടീസ് പ്രോഫിറ്റ് ലോസും എങ്ങനെ വീതിച്ചെടുക്കുന്നു? അക്കോർഡിംഗ് ടു എ റേഷ്യോ, ഒരു റേഷ്യോ അനുസരിച്ച് വീതിച്ചെടുക്കുന്നു. If there is no ratio, that is in the absence of ratio, they share profits and losses equally. റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവർ പ്രോഫിറ്റ് ലോസും എങ്ങനെ വീതിച്ചെടുക്കും? തുല്യമായിട്ട് വീതിച്ചെടുക്കും. ഇപ്പോൾ പ്രോഫിറ്റ് 3 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോ. 3 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്. റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ എക്ക് 1 ലക്ഷം രൂപ കിട്ടും, ബിക്ക് 1 ലക്ഷം. എ അല്ല ഇവിടെ പ്രകാശ് അല്ലേ, പ്രകാശിന് 1 ലക്ഷം രൂപ കിട്ടും. പ്രസാദിന് എത്ര തന്നെ കിട്ടുന്നത്? 1 ലക്ഷം രൂപ. അയാൾ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലേ. പ്രകാശ് കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ 2 ലക്ഷം അയാൾ കൊണ്ടുവന്നു. അയാൾക്കും കിട്ടുന്നത് എത്ര തന്നെ? 1 ലക്ഷം. ഇവർ രണ്ടുപേരെക്കാളും കൂടുതൽ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? പ്രതീഷ് 3 ലക്ഷം രൂപ മൂലധനം മുടക്കിയിട്ടുണ്ട്. അയാൾക്കും എത്ര തന്നെ? 1 ലക്ഷം തന്നെ. 3 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, റേഷ്യോ പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ടീസ് പ്രോഫിറ്റ് ലോസും എങ്ങനെ, നഷ്ടവും ലാഭവും എങ്ങനെ വീതിച്ചെടുക്കും? സമമായിട്ട്, ഈക്വലായിട്ട് വീതിച്ചെടുക്കും. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണത്. റിസ്ക് ബെയറിംഗ് എന്ന് പറയും. റിസ്ക് ബെയറിംഗ്. ഓക്കെ, മനസ്സിലായല്ലോ? അത് റിസ്ക് ബെയറിംഗ് അറിയാം.
ഇനി നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. നാലാമത്തെ പോയിന്റ് അത് ഞാൻ ഇവിടെ എഴുതാം. 3 ഫീച്ചേഴ്സാണ് നമ്മൾ പഠിച്ചത്. 3 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാലാമത്തെ ഫീച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. 3 കഴിഞ്ഞു. 4th ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കൽ. പാർട്ടീസ് തീരുമാനം എങ്ങനെ എടുക്കുന്നു? അതായത് അവർ പരസ്പരം ആലോചിക്കും. ഇവിടെ പ്രകാശ് ഉണ്ട്, പ്രസാദ് ഉണ്ട്, പ്രതീഷ് ഉണ്ട്. അപ്പോൾ പരസ്പരം അവർ ആലോചിച്ച് പരസ്പരം ചേർന്നാണ് അവർ തീരുമാനം എടുക്കുന്നത്, അല്ലാതെ ഒരാളിൻ്റെ തീരുമാനമല്ല. ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് മ്യൂച്വൽ എഗ്രിമെൻറ്റ്, മ്യൂച്വൽ ഡിസിഷൻ എന്ന് പറയാം. അവർ പരസ്പരം ആലോചിച്ചാണ്, മ്യൂച്വലായിട്ടുള്ള ഒരു ഡിസിഷനാണ്, അന്യോന്യം ചേർന്നുള്ള ഒരു ഡിസിഷനാണ് ആരെടുക്കുന്നത്? പാർട്ടീസ് എടുക്കുന്നത്. അപ്പോൾ തീരുമാനം എടുക്കൽ എന്ന പോയിന്റിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് ദി മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. എന്ത് പറയണം? ഡിസിഷൻസ് ആർ ടേക്കൺ. ഞാനിവിടെ അത് എഴുതിയേക്കാം. ഡിസിഷൻസ് ആർ ടേക്കൺ, തീരുമാനങ്ങൾ എടുക്കുന്നോ? എങ്ങനെയാണ് എടുക്കുന്നത്? ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് ദി മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് CONSENT, കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. പാർട്ടീസിൻ്റെ മ്യൂച്വൽ കൺസെൻറ്റ്, പരസ്പര സമ്മതത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ പ്രകാശ്, പ്രസാദ്, പ്രതീഷ് 3 പേരും കൂടെ പരസ്പരം സമ്മതിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്രയുള്ള അവിടെ പറയാം. ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂറ്റി എന്ന് പറയാം. കണ്ടിന്യൂറ്റി, തുടർച്ച എന്ന് പറയാം. എന്താണ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പറയേണ്ടത്? അവിടെ നോക്കിക്കോ, ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം, ഡെത്ത്. ഇൻസോൾവെൻസി എന്ന് പറഞ്ഞാൽ പാപ്പരത്വം. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നാണ്, ഭ്രാന്ത്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിഞ്ഞ് പോകൽ എന്നുള്ളതാണ്, പിരിഞ്ഞു പോകൽ. ആ 4 വേർഡ്സും ശ്രദ്ധിക്കണം. ഡെത്ത് ഉണ്ട്, മരണം. ഇൻസോൾവെൻസി എന്ന് പറയുമ്പോൾ എന്താണ്? പാപ്പരത്വം. ഇൻസാനിറ്റി എന്ന് പറയുമ്പോൾ ഭ്രാന്ത്, മാഡ്നെസ് എന്ന് പറയാം. റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോകൽ എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചുപോയി, പ്രകാശുണ്ട്, പ്രതീഷുണ്ട്, അതുപോലെ പ്രസാദുണ്ട്, അല്ലേ? നമ്മുടെ എക്സാമ്പിളിൽ ആരൊക്കെയാണുള്ളത്? പ്രകാശുണ്ട്, പ്രസാദുണ്ട്, പ്രതീഷുണ്ട്. ഇവരിൽ ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പാപ്പരായിപ്പോയി, ഏതെങ്കിലും തരത്തിൽ ഇത് അയാളുടെ സ്വത്തുക്കൾ, സ്വകാര്യ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ പാപ്പരായി എന്ന് പറയാൻ കോടതി പ്രഖ്യാപിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ഞാൻ പാപ്പരാണെന്ന് പറയാൻ ഒക്കില്ല. കോടതി നമ്മളെ പാപ്പരാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാപ്പർ ആവുന്നതിന് കോടതിക്ക് ആവശ്യമായ തെളിവുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കോടതി നമ്മളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. കൊല്ലം ജില്ലയിൽ പരവൂർ ടൗണിൽ ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകനെ ഇത്രാം തീയതി മുതൽ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കോടതി പ്രഖ്യാപിക്കും. കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യും. അത് അങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. ഇപ്പോൾ എന്നെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചോ, ഞാൻ ഒരുപാട് പേരിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഒരാളുടെ നിന്ന് 5 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട്, വേറൊരാളുടെ നിന്ന് 10 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട്, മറ്റൊരാളുടെ നിന്ന് 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, വേറൊരാളുടെ നിന്ന് ഞാൻ 12 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. ഈ വാങ്ങിച്ച പൈസയൊന്നും ഞാൻ തിരിച്ചു കൊടുക്കണ്ട. പണം ചോദിക്കാനായിട്ട് വരുമ്പോൾ എനിക്ക് അവരോട് പറയാം, എന്നെ കോടതി ആരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്? പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഗസറ്റ് എടുത്ത് നോക്കിക്കോ. ദൂരെ നിന്ന് വേണം പറയാൻ, കേട്ടോ.
അപ്പോൾ അങ്ങനെ മരണമോ പാപ്പരത്വമോ ഭ്രാന്തോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യപ്പെടും, പാർട്ണർഷിപ്പ് പിരിച്ചുവിടണമെന്നാണ്. മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി എന്ന പോയിന്റിൽ നമുക്ക് എന്താ പറയാം? ദി ഡെത്ത്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി ഓർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ മേ ലീഡ് ടു, എന്തിന് നയിച്ചേക്കും? മേ ലീഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നയിക്കും. മേ ലീഡ് ടു ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ, പിരിച്ചുവിടൽ. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് പിരിച്ചുവിടുന്നതിനെ ഇടയാക്കിയേക്കും. ഓക്കെ, മനസ്സിലായോ അത്? അപ്പോൾ കണ്ടിന്യൂറ്റിയും മനസ്സിലായി. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റ് എന്താണ് നോക്കിക്കോ. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയാം. നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഫോം എ പാർട്ണർഷിപ്പ്? 2 അല്ലേ? വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ? അതാണ് നമുക്കറിയേണ്ടത്. നമ്പർ ഓഫ് മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയാം. മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയാം. ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം? അതായത് പാർട്ണർഷിപ്പ് രൂപീകരിക്കുന്നതിന് മിനിമം നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. ഒരാളെ ഉള്ളെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലേ? ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലല്ലേ പാർട്ണർഷിപ്പ് ആകത്തുള്ളൂ. അപ്പോൾ മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. മിനിമം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? മിനിമം നമ്പർ എന്ന് പറയുന്നത് 2. ഇനി നമുക്ക് മാക്സിമം നമ്പർ അറിയണം അല്ലേ? മാക്സിമം നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന പോയിന്റിൽ നമുക്ക് പറയാം ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഈസ് 2 ആൻഡ് മാക്സിമം നമ്പർ ഈസ് 50. മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഈസ് 2 ആൻഡ് മാക്സിമം നമ്പർ ഈസ് 50. പഠിക്കാൻ എളുപ്പമല്ലേ? മിനിമം നമ്പർ 2, മാക്സിമം നമ്പർ എത്ര? 50. ഒന്നുമില്ല പഠിക്കാൻ. ഇനി അടുത്തത് 7ാമത്തെ പോയിൻ്റ്. അതായത് 7 ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. 7ാമത്തെ പോയിൻ്റായിട്ട് പറയാം മ്യൂച്വൽ ഏജൻസി എന്ന് പറയാം. മ്യൂച്വൽ ഏജൻസി. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് ഈസ് പാർട്ണർഷിപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്? 8 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 8 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് പാർട്ണർഷിപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അഥവാ ഏതെങ്കിലും കാരണം വെച്ചാൽ വാട്ട് ഈസ് പാർട്ണർഷിപ്പ് എന്ന് ഇല്ല എന്ന് വിചാരിച്ചോ, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വരും. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ണർഷിപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഏത് തൊട്ടേ എഴുതണം? ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് എ പാർട്ണർഷിപ്പ് ആസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of the business carried on by all or any one of them acting for all. ഈ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതിയിട്ട് വേണം നമ്മൾ ഫീച്ചേഴ്സ് എഴുതാൻ. ഡെഫിനിഷൻ എന്തായാലും ബൈ ഹാർട്ട് ആക്കിയിരിക്കണം കേട്ടോ. വേറെ ഒരു മാർഗ്ഗവുമില്ല. ഡെഫിനിഷൻ വീണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുമ്പോൾ പരസ്പര ഏജൻസി എന്നാണ്. അതായത് പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ഡെഫിനേഷൻ പറഞ്ഞില്ലേ, ദി ബിസിനസ് ഓഫ് പാർട്ണർഷിപ്പ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത്. മ്യൂച്വൽ ഏജൻസിയിൽ നമ്മൾ പറയും ദി ബിസിനസ് ഓഫ് എ പാർട്ണർഷിപ്പ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ആൾ ദി പാർട്ടീസ് ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. പാർട്ണർഷിപ്പിൻ്റെ ബിസിനസ് എല്ലാവരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ട് പോകും. പ്രകാശ്, പ്രസാദ്, പ്രതീഷ് 3 പേര് പാർട്ണർഷിപ്പിലുണ്ട്. ഈ 3 പേരും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ട് പോകും. ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കും എന്നാണ്. എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. ആക്ടിങ് ഫോർ ആൾ ആണ്, നോട്ട് ഈറ്റിംഗ് അല്ല. എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ കഴിക്കും, ഭക്ഷിക്കും, തിന്നും എന്നല്ല. അങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. അങ്ങനെ ആയിപ്പോരുതേ. എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ എന്നാണ്. ആക്ടിങ് ഫോർ ആൾ, എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കുമെന്നാണ്. പാർട്ണർഷിപ്പിൻ്റെ ബിസിനസ് എല്ലാവരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാൾ നടത്തിക്കൊണ്ട് പോകും.
മനസ്സിലാവുന്നുണ്ടല്ലോ. മ്യൂച്വൽ ഏജൻസിയിൽ വേറൊരു കാര്യം കൂടി നമ്മൾ പറയണം. ഒരു പാർട്ണർ എന്ന് പറയുന്ന ആൾ ഹീസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. പാർട്ണർ എന്ന് പറയുന്ന ആൾ ആരൊക്കെയാണ്? ഏജൻറ്റുമാണ്, അതുപോലെ പ്രിൻസിപ്പലുമാണ് എന്ന് നമുക്ക് പറയാം. എവരി പാർട്ണർ, ഓരോ പാർട്ണർമാരും, എവരി പാർട്ണർ ഈസ് ആൻ, ഓരോ പാർട്ണറും, എവരി പാർട്ണർ ഈസ് ആൻ ഏജൻറ്റ് ആൻഡ് എ പ്രിൻസിപ്പൽ എല്ലാ പാർട്ണർമാരും ഒരു ഏജൻറ്റുമാണ്, ഒരു പ്രിൻസിപ്പലുമാണ്. എന്താണ് ഏജൻറ്റും പ്രിൻസിപ്പലും എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ നിയമിച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അയാൾ എൻ്റെ ഏജൻറ്റ്. ഞാനല്ലേ അയാളെ നിയമിച്ചത്, അപ്പോയിൻ്റ് ചെയ്തത്. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിന് ഞാൻ അയാളെ നിയമിച്ചിരിക്കുകയാണ്. അയാൾ എൻ്റെ ഏജൻറ്റാണ്. ഞാനാരാണ്? നിയമിച്ച വ്യക്തിയല്ലേ. എന്നെ പ്രിൻസിപ്പൽ എന്ന് പറയാം. എന്നെ ആരെന്ന് പറയും? പ്രിൻസിപ്പൽ എന്ന് പറയും. അങ്ങനെ ഓരോ പാർട്ണറും, എവരി പാർട്ണർ ഈസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് എ പ്രിൻസിപ്പൽ. ഓരോ പാർട്ണറും ഏജൻറ്റുമാണ്, അതുപോലെ പ്രിൻസിപ്പലുമാണ്. പാർട്ണർഷിപ്പിൽ അയാൾ തന്നെയാണ് അയാളുടെ പ്രിൻസിപ്പൽ, അയാൾ തന്നെയാണ് ആര്? ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലതുപോലെ പഠിച്ചോളണം. മനസ്സിലായല്ലോ?